ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് വിഷുക്കണിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ കണിയൊക്കെ കണ്ടു. അതുപോലെ തന്നെ കൈനീട്ടൊക്കെ വാങ്ങി പിന്നെ നേരെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോയി. അപ്പോൾ അതിൽ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കുറേ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു. വിഷു ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു ഹരമാണല്ലോ പടക്കം വാങ്ങുക, പൊട്ടിക്കുക, പൈസ ഒന്നും നോക്കില്ല. അപ്പോൾ പല സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം രാവിലെ ഞങ്ങൾ നേരത്തെ നിന്ന് എല്ലാവരും എണീറ്റ് പൊട്ടിക്കുക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കമ്പിത്തിരിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരും രാവിലെ നേരത്തെ എണീറ്റെല്ലാം ചെയ്ത് ഇതാവാണ്. അപ്പം എല്ലാവിടെയും ഒരേ സൗണ്ടാണ്. എല്ലാ വീട്ടിലിത് നമ്മൾ കമ്പിത്തിരി ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ രാവിലെയൊക്കെ കഴിഞ്ഞു. ഞങ്ങളതേ നേരെ അമ്പലത്തിൽ പോയി രാവിലെ കുളിച്ച് റെഡിയായി. ഒരു അമ്പലത്തിലൊക്കെ പോയി കൈനീട്ടൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ്, ശിവൻകോവിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ ഞങ്ങളത് നേരെ വീട്ടിൽ വന്നിട്ട് വിഷുക്കഞ്ഞി കുടിക്കാൻ പോവാണ്. ഇത് നമ്മുടെ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യലാട്ടോ ഇന്നത്തെ ദിവസത്തെ വിഷുക്കഞ്ഞി എന്ന് പറയണത്. നമ്മൾ സാധാ ചോറ് വെക്കണ പോലെ ഇതിൽ നമ്മൾ പുളിയവരയ്ക്കും ചെറുപയറൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കഞ്ഞി റെഡിയാക്കണത്. അപ്പം അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വെക്കണതാണ് പപ്പടവും പടവലങ്ങ തോരനും. അപ്പം അതൊക്കെ ഞങ്ങളിതാ കഴിച്ച് പ്ലാവിലയിൽ കുമ്പിൾ കുത്തിയിട്ടാണ് കേട്ടോ അത് ഈ കഞ്ഞി കുടിക്കേണ്ട ഒരു പ്രത്യേകത. അപ്പം ഞങ്ങളിതാ രാവിലെ വന്ന് അമ്പലത്തിലൊക്കെ പോയി വന്ന് കഞ്ഞി കൂടി തുടങ്ങി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പാലക്കാടുകാരുടെ മാത്രം പ്രത്യേകതയാണോ അതോ ബാക്കി എല്ലാ ജില്ലയിലും രാവിലെ നിങ്ങൾ വിഷുവിൻ്റെ അന്ന് എന്താ സ്പെഷ്യൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഒരു പങ്ക് എന്ന് പറയുന്നത്.